വന്ന ഏറ്റവും സബ്സ്റ്റാൻഷ്യൽ ആയിട്ടൊരു വ്യത്യാസം വന്നത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ സമാധാനത്തിന്റെ പാതയിലേക്ക് നടക്കുമ്പോൾ ഇറാൻ അത്ര ധൃതി കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇതിനൊരു പ്രധാന കാരണം ഇറാനിൽ ഇപ്പോൾ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഇറാൻ സിവിലിയൻ ഭരണകൂടമല്ല, റെവല്യൂഷണറി ആർമിയാണ്. എന്ന് വെച്ചാൽ ഇറാന്റെ റെവല്യൂഷണറി ആർമി ആണ് ഇറാന്റെ ഒരു തരത്തിലുള്ള കരുത്തെന്ന് പറയുന്നത്. അതായത് ഈ ഇറാന്റെ മറ്റ് ശക്തികളെ, അതായത് ഹൂതി, ഹമാസ്, ഹിസ്ബുള്ള ഇത്തരത്തിലുള്ള ശക്തികളെയും ഇറാന്റെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എന്നത് 1979 ശേഷം ഇറാന്റെ ആർമിയല്ല, ഈ റെവല്യൂഷണറി ഗാർഡാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് റെവല്യൂഷണറി ഗാർഡ് ആയതുകൊണ്ട് തന്നെ അവർ അത്ര അധികം ധൃതി കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. സിവിലിയൻ ഗവൺമെന്റിനെ മായിട്ട് ചർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടാവും അമേരിക്കയ്ക്ക് ഈ റെവല്യൂഷണറി ഗാർഡിന്റെ നേതാക്കളുമായി ചർച്ച ചെയ്യുക എന്നത്. ഇതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം എന്നത്. ഇത് നമ്മൾ ഇതിനു മുമ്പും കണ്ടതാണ്. അതായത് ഇറാന്റെ നേതാക്കളെ പാകിസ്ഥാനിലേക്ക് ക്ഷണിച്ചപ്പോൾ, ചർച്ചയ്ക്കായി ക്ഷണിച്ചപ്പോൾ അവർ വരാൻ കൂട്ടാക്കാതിരുന്നത് ഈ റെവല്യൂഷണറി ഗാർഡിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പിൻവാങ്ങലാണ്. ഇത് തന്നെയാണ് രണ്ടാം വട്ട ചർച്ച നടക്കാതിരിക്കാനും കാരണം. ഇപ്പോൾ പ്രധാനമായിട്ടുള്ളൊരു മാറ്റം ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതി എന്നതിനേക്കാൾ കൂടുതൽ ഇറാന്റെ മുമ്പിലുള്ള ഹോർമോസ് കടലിടുക്കിൽ ഇറാന് ഉണ്ടാവുന്ന ആധിപത്യം എന്നാണ് ലോകത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നത്. ഈ കാര്യം ഇറാന് വളരെ വ്യക്തമായി മനസ്സിലാവുന്നില്ല ഇപ്പോൾ. അതായത് ലോകത്തെ മുഴുവൻ ഒരു തരത്തിലുള്ള ബന്ദിയാക്കി നിർത്താൻ പറ്റുന്ന രീതിയിൽ ഈ ഹോർമോസ് കടലിടുക്കിന് സാധിക്കുമെന്നുള്ളൊരു തിരിച്ചറിവ് ഇറാൻ ഉണ്ടായിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ ഈ റെവല്യൂഷണറി ഗാർഡ് ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗോസിയേഷൻ എന്നുള്ളത് അത്ര എളുപ്പമാവുന്നില്ല. അതുകൊണ്ടാണ് ഈ ട്രംപ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സീസ് ഫയർ തൽക്കാലം പ്രഖ്യാപിക്കുകയും ഇനി ഒരു അവസരത്തിൽ ഒരു നെഗോസിയേഷന് സാധ്യതയുണ്ടെങ്കിൽ അത് തുടരാം എന്ന് ഇന്നലെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സൂചനകൾ. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന് വെച്ചാൽ, ഇതിന്റെ ഒരു കൊളാറ്ററൽ വിക്ടിം എന്നത് GCC രാജ്യങ്ങളാണ്. കാരണം ഈ ഹോർമോസ് കടലിടുക്കിന്റെ ഒരു കൺട്രോൾ എന്നത് ഇറാന്റെ കൈവശം വരികയാണെങ്കിൽ, ഇറാന്റെ കൈവശമല്ല, ഇറാന്റെ അകത്ത് ഇപ്പോൾ പ്രബലമായിക്കൊണ്ടിരിക്കുന്ന റെവല്യൂഷണറി ഗാർഡിന്റെ കൈവശം വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും GCC രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ റെവല്യൂഷണറി ഗാർഡും GCC രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യയുമായുള്ള ബന്ധം അത്ര നല്ലതായിരുന്നില്ല ഹിസ്റ്റോറിക്കലി സ്പീക്കിംഗ്. അതുകൊണ്ട് ഈ കൊളാറ്ററൽ വിക്ടിം ആയി GCC രാജ്യങ്ങൾ മാറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് വരുന്നത്. തീർച്ചയായും ഒരു സംശയം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ നമുക്കറിയാം ഇറാൻ തയ്യാറെടുക്കുന്ന ഒരു വൻ നീക്കത്തിന് തന്നെയാണല്ലോ. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിന്നൊക്കെ അതാണ് മനസ്സിലാകുന്നത്. ട്രംപ് പിന്നോട്ട് നിൽക്കുമ്പോഴും ഒരുപിടി മുന്നോട്ട് തന്നെയാണ് ഇറാൻ പോകുന്ന ഒരു കാര്യം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുക. ഇനിയൊരു ഡിജിറ്റൽ യുദ്ധത്തിലേക്ക് പോലും ഇറാൻ കിടക്കുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. ആ മുന്നറിയിപ്പിനെ നമുക്ക് വെറും ഒരു ഭീഷണിയായിട്ട് മാത്രം കരുതാൻ പറ്റില്ലല്ലോ. അത്രത്തോളം ഗൗരവമുള്ള ഒരു കാര്യം തന്നെയല്ലേ ഇപ്പോൾ ഹോർമൂസുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ച് ഇറാൻ നടത്തുന്ന നീക്കങ്ങളെ കാണേണ്ടത്. തീർച്ചയായിട്ടും വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം തന്നെയാണിത്. ഇത് ഹോർമോസ് മാത്രമല്ല, ഹോർമോസിനപ്പുറത്തേക്ക് ലോക സമ്പദ് വ്യവസ്ഥയെ മൊത്തം ബന്ദിയാക്കി നിർത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് മാത്രമല്ല, ഇതിൽ ഇറാന് വലിയ തോതിലുള്ള സഹായം മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ചൈനയുടെ ഭാഗത്തു നിന്ന് ഈ ഒരു തരത്തിലുള്ള ഇന്റലിജൻസ് സപ്പോർട്ട് വരുന്നത് ചൈനയുടെ ഭാഗത്തു നിന്നാണ്. അത് ചൈന നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും അത് വലിയൊരളവിൽ അങ്ങനെയാണ് എന്നുള്ള ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും. ഒരു കാര്യം കൂടെ ഞാൻ ഇടപെട്ട് ചോദിക്കുകയാണ്. അതായത് ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത് ഒരു എണ്ണയുടെ വഴി യാത്ര അല്ലെങ്കിൽ അത്ര ഒരു യാത്രാപാത മാത്രമല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ലോകത്തിന്റെ ഡാറ്റാ പ്രവാഹത്തിന്റെ ഒരു നിർണായക വഴി തന്നെയാണ് ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. ഇറാൻ അത്തരത്തിലൊരു നീക്കം നടത്തിയാൽ അതെങ്ങനെയായിരിക്കാം ലോകരാജ്യങ്ങളെ മൊത്തം ബാധിക്കാൻ പോകുന്നത്?
വളരെ വലിയൊരു പ്രശ്നമാണിത്. അതായത് ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഹൃദയത്തിന്റെ ഒരു ആർട്ടറിയാണ് ഈ ഹോർമസ് കടലിടുക്ക് എന്ന് പറയുന്നത്. അതിലൊരു ബ്ലോക്കേഡ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹാർട്ട് അറ്റാക്ക് ആണ് അതിന്റെ ഒരു ഫലമായിട്ട് നമ്മൾ കാണേണ്ടത്. ഇതിൽ എണ്ണയുടെ ഒഴുക്ക് മാത്രമല്ല പ്രശ്നം. അതായത് ഈ GCC രാജ്യങ്ങളിലേക്ക് പോകുന്ന ഭക്ഷ്യവസ്തുക്കളും അതേപോലെ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സും ഒക്കെ ഇതിന്റെ മേലെ ഇമ്പാക്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് അവിടെ നിന്നും എണ്ണയുടെ ഒഴുക്ക് പുറത്തേക്ക് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത്ര തന്നെ പ്രധാനമാണ് GCC രാജ്യങ്ങളിലേക്ക് ഗൾഫ് മേഖലയിലേക്ക് ഇവിടെ നിന്നെല്ലാം പോകുന്ന വസ്തുക്കളും അതും ഇവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലെ ഇപ്പം രാജസ്ഥാനിൽ നിന്നൊക്കെ പോകുന്ന ഈ എന്താ പറയാ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിന്റെ ഒക്കെ എക്സ്പോർട്ട് ഏകദേശം 30% കുറഞ്ഞിട്ടുണ്ട്. അത് ഗ്രാനൈറ്റിന്റെ ഒക്കെ എക്സ്പോർട്ട് 30% കുറഞ്ഞിട്ടുണ്ടെന്ന് രാജസ്ഥാനിൽ നിന്നൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ കാണിക്കുന്നുണ്ട്. ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇത് എക്സ്പോർട്ട് ഒരു വലിയ ലക്ഷ്യമാണ് ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ. എക്സ്പോർട്ട് മാത്രമല്ല, എക്സ്പോർട്ടും അതേപോലെ തന്നെ ഇമ്പോർട്ടും, ഈ ഓയിലിന്റെ ഇമ്പോർട്ടും ഈ ഹോർമസ് കടലിടുക്കിലെ പ്രതിസന്ധിയിൽ കൂടെ വലിയ പ്രശ്നങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഈ റവല്യൂഷണറി ഗാർഡുമായി എങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് ഇന്ററാക്ട് ചെയ്യും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് സിവിലിയൻ ഗവൺമെന്റുമായി ഇന്ററാക്ട് ചെയ്യുന്ന അത്ര എളുപ്പമല്ല ഈ ഇത്തരത്തിലുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഈ ഇറാനിനകത്ത് ഈ മോഡറേറ്റ് ഗ്രൂപ്പും ഈ ഹാർഡ് ലൈൻ ഗ്രൂപ്പും തമ്മിലുള്ളൊരു സംഘർഷം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആരോട് സംസാരിക്കണം എന്നുള്ളൊരു പ്രശ്നം വരും. ഇത് മൊത്തത്തിൽ ഈ യുദ്ധത്തെ മറ്റൊരു ലെവലിലേക്ക് മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. തീർച്ചയായും ഒരു സംശയം കൂടിയുണ്ട്. അതായത് ഇറാനുമായുള്ള ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഇപ്പോൾ രണ്ട് ഭാഗത്തും നടക്കുകയാണ്. പാകിസ്ഥാൻ ഇതിൽ വലിയൊരു റോള് തന്നെയാണ് അല്ലേ? സൈനിക നേതൃത്വത്തിനുള്ള വിമർശനങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും പാകിസ്ഥാന്റെ റോള് ശരിക്കും എന്താണ്? പക്ഷേ പാകിസ്ഥാൻ ലോകത്തോട് ചെയ്യുന്ന വലിയൊരു നന്മയാണ് ഇതെന്നുള്ളത് അങ്ങനെ നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും രണ്ട് വാറിംഗ് ഫാക്ഷൻസിനെ ഒരു ടേബിളിൽ കൊണ്ടുപോയി ഇരുത്തി സംസാരിപ്പിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ്. അതിന്റെ പ്രധാന കാരണം അമേരിക്കയ്ക്ക് ഈ ഭാഗത്തൊന്നും മറ്റ് സുഹൃത്തുക്കളില്ല എന്നുള്ളതാണ്. യൂറോപ്യൻ യൂണിയനോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു രാജ്യമോ ഇത്തരത്തിലുള്ള റിസ്ക്, അതായത് അമേരിക്കയുടെ ഒരു ദല്ലാളായി ഒരു നെഗോസിയേഷന് നിലനിൽക്കുക എന്നുള്ള പാകിസ്ഥാൻ അല്ലാതെ വേറൊരു രാജ്യം ഇപ്പോൾ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ബെനിഫിഷ്യറിയാണിത്. പാകിസ്ഥാന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ മധ്യസ്ഥത എന്നത് യോഗങ്ങൾ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ ഒരു ഉത്തരം കണ്ടെത്തുക എന്നതിലുപരി വിശ്വാസം നിർമ്മിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണല്ലോ അല്ലെ? അപ്പോൾ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. കാരണം പാകിസ്ഥാന്റെ ലോകത്തുള്ള ക്രെഡിബിലിറ്റി, അതായത് പാകിസ്ഥാൻ അത്തരത്തിലുള്ള ഒരു ക്രെഡിബിലിറ്റി നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല അൺഫോർച്ചുനേറ്റ്ലി. കാരണം ഇപ്പൊ അമേരിക്കയ്ക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, ഒസാമ ബിൻ ലാദനെ പിടിച്ചത് പാകിസ്ഥാനകത്താണ്. പാകിസ്ഥാൻ ടെററിസ്റ്റ് ഗ്രൂപ്പുകളും ലഷ്കർ-ഇ-തോയ്ബയും ഈ പാകിസ്ഥാൻ എങ്ങനെയാണ് ലോകത്ത് മിലിറ്റൻസി അല്ലെങ്കിൽ ഭീകരവാദം പരത്തുന്നു എന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇറാനും അറിയാവുന്ന കാര്യമാണത്. ഇറാന്റെയും പാകിസ്ഥാന്റെയും ഒന്നും റിലേഷൻസ് അത്ര സുഹൃത്പരമല്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കൊലാറ്ററൽ ബെനിഫിഷ്യറിയാണ് പാകിസ്ഥാൻ. ആ അർത്ഥത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങൾ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻ ദ സെൻസ് ദാറ്റ് ലോകത്ത് സമാധാനം ഉണ്ടാവുക എന്നുള്ളത് മറ്റു രാജ്യങ്ങളെ പോലെ ഇന്ത്യക്കും ആവശ്യമാണ്. അതിനുവേണ്ടി ശ്രമിക്കുന്ന എല്ലാ നീക്കങ്ങളെയും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ ടെററിസ്റ്റ് കൺട്രി, അതായത് ഒരു ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കൺട്രി, പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇന്നലെ പെഹൽഗാമിന്റെ 1ാം വാർഷികമായിരുന്നു. നമ്മൾ പാകിസ്ഥാന്റെ ഭീകരവാദത്തിന്റെ വലിയ ഇരകളാണ് ഇന്ത്യ. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തന്നെ ലോക സമാധാനത്തിന് വേണ്ടി ഒരു രാജ്യം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. അത് ഈ നെഗോസിയേഷനിൽ ഒരു രണ്ട് തരത്തിലും വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള തരത്തിലെല്ലാം പാകിസ്ഥാന് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ അവ്യക്തമാണ് അതിന് ഉത്തരം. പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത് ഒരു നെഗോഷിയേഷൻ ടേബിൾ അവിടെ ഇട്ടിട്ടുണ്ട്, അതിനുള്ളൊരു ഫെസിലിറ്റേഷൻ നടത്തുന്നുണ്ട്. അതിനപ്പുറം പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.